ഹലോ ഫ്രണ്ട്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓൺ റിവ്യൂ വീഡിയോയിലെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വപ്ന ആകെ ദേഷ്യപ്പെട്ട് വരികയാണ് കേട്ടോ. 101 പ്രദക്ഷിണം അവളല്ലേ വെക്കുന്നത്. അവൾ എൻ്റെ അമ്മയോടും കുഞ്ഞാറ്റയോടും പറയണേ, ഞാൻ വെച്ചിട്ട് ഗിരിക്കും മഞ്ജുവിനും എന്ത് ദോഷം ഉണ്ടാവുക, ഞാൻ വെച്ച എന്താ ഉണ്ടാവുക പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ പാനോമിക്ക് ഒരു ഡൗട്ടുണ്ട്. ഇവള് വെച്ചിട്ട് എന്താ ആവുക, എന്നാലും കാളീശ്വരി പറഞ്ഞല്ലോ, അതുകൊണ്ട് നീ വെക്കും മോളെ, അതൊന്നും കാര്യമില്ല, നമുക്ക് വേണ്ടി തന്നെയല്ലേ, നമ്മളല്ലേ ഇതൊക്കെ ചെയ്തത്, അപ്പോൾ ഇത് നമ്മളും ചെയ്യണം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഭാനുമ്മ പറയും, ഈ നേരത്തെ ഏലസ് കിട്ടിയപ്പോൾ അവർ തമ്മിൽ ഒരു പ്രശ്നങ്ങളും അകൽച്ചയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ 2-3 ദിവസമായിട്ട് നല്ല സ്നേഹമൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഗിരി മഞ്ജുവിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതും അതൊക്കെയല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞിട്ട് കുഞ്ഞാറ്റയോട് പറയണം. അപ്പോൾ കുഞ്ഞാറ്റയോട് പറയുമ്പോൾ കുഞ്ഞാറ്റയോട് ടോപ്പിക്കേ മാറ്റുള്ളൂ. അങ്ങനെ ഒന്നുമില്ല അമ്മേ, എന്തിനാ ഇങ്ങനെയൊക്കെ വേണ്ടതൊക്കെ പറയണം, കാളേശ്വരി പറഞ്ഞാൽ അത് അച്ചട്ടാണ്, ഒരു മാറ്റം ഉണ്ടാവില്ല പറഞ്ഞിട്ട് പറയണം. എന്നാലും എന്നിട്ട് സ്വപ്നയും പറയണം, എന്നാലും എനിക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവരിപ്പോഴും നല്ല സ്നേഹത്തിലാണ്, 2-3 ദിവസമായിട്ട് നല്ല സ്നേഹമാണ്, ഒരു വഴക്കോ ഒന്നും അവരുടെ ഇടയിൽ നടക്കുന്നില്ല പറഞ്ഞിട്ട് പറയണേ. എന്നാൽ ശരി. എന്നിട്ട് ഭാനുമ്മ കുഞ്ഞാറ്റയോട് പറയും, നീ ഒന്നും എന്താണ് കാളീശ്വരിനെ വിളിക്കി, എന്നിട്ട് കുറച്ച് എനിക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പറയണം. എന്നിട്ട് അതുപോലെ കുഞ്ഞാറ്റെ വിളിച്ചിട്ട് ജയ് കാളി എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞാറ്റ കാളീശ്വരിയോട് പറയും, ഭാനുമ്മയ്ക്ക് അമ്മയോട് സംസാരിക്കണം പറഞ്ഞിട്ട് പറയാം. ആ ശരി, നീ കൊടുക്കുക കൊണ്ട് പറയണം. എന്നിട്ട് ഭാനുമ്മ ജയ്ക്കാളിയൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കേട്ടോ. എന്താണ് നേരത്തെ എലസ് കിട്ടിയപ്പോൾ നല്ല പോസിറ്റീവായിരുന്നു, കാരണം ഓരോന്നും ഓരോ പ്രശ്നങ്ങളും അവരുടെ തമ്മിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ തമ്മിലെന്തോ നല്ല അടുക്കണ പോലെയൊക്കെ, നമ്മൾ അടുക്കാനുള്ള അവസരങ്ങളാണ് ഒരുക്കി കൊടുക്കണ പോലെയൊക്കെ എനിക്കിപ്പോൾ തോന്നണമുണ്ട് പറയണം. അങ്ങനെ വരാൻ വഴിയില്ല കാഴ്ചയിൽ വിടാം, അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ ഒരു മന്ത്രവാദം ചെയ്തു പറഞ്ഞാൽ അത് അച്ചട്ടാണ്, ഒരു മാറ്റം അതിനുണ്ടാവില്ല പറഞ്ഞിട്ട് പറയണേ. ശരി, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ടൊന്ന് വരണം പറഞ്ഞിട്ട് പറഞ്ഞാൽ ശരി വായോ പറഞ്ഞിട്ട് പറയണം. അതുപോലെ കാളീശ്വരി വീട്ടിലേക്ക് വരണം. എന്നിട്ട് മഞ്ജുവിനോട് സംസാരിക്കുന്നിടയിൽ ഇടുപ്പി പിടിച്ചിട്ട് ഏലസ് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ ആൾക്ക് മനസ്സിലാവും. അപ്പോൾ മഞ്ജുവിനോട് പറയും, നീ ഏലസ് എങ്ങനെ മാറ്റിയാ, നീ എന്നെ കബളിപ്പിക്കുകയാണോ, ഞാൻ കിട്ടിയ ഏലസ് അല്ല, എല്ലാ കാളീശ്വരി, ഞാൻ കാളീശ്വരി വിശ്വസിക്കണു, ഞാൻ ആ ഏലസ് മാറ്റിയിട്ടില്ല, ഞാൻ കാളീശ്വരി പറഞ്ഞ പോലെ തന്നെ ഞാൻ നടക്കണമെന്ന് പറഞ്ഞിട്ട് പറയണേ. ഇല്ലല്ല, ഞാൻ ഏലസ് മാറിയിട്ടുണ്ട്, എനിക്കത് നേരെ അറിയുന്നുണ്ട് പറഞ്ഞിട്ട് പറയണേ. അപ്പം തന്നെ മഞ്ജുവിനോട് ഡൗട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അവളോട് കുറേ സംസാരിക്കും കാളീശ്വരി, എന്തിനാ നീ ഇങ്ങനെ കാണിക്കാൻ നിൽക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ല ഇത് ചെയ്തത് പറഞ്ഞിട്ട് പറയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ കൊണ്ട് നമ്മുടെ മഞ്ജു റൂമിലേക്ക് പോകണം. റൂമിൽ പോകുമ്പോൾ നമ്മുടെ ഗിരി അങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് ഗിരിയേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യം മാത്രം പറയണം, ഞാൻ എപ്പോഴാണ് നീയോട് സത്യം പറയാണ്ടിരിക്കുന്നത്, നീ ചോദിക്കണം കേട്ടോ. ഗിരിയേട്ട ഏലസ് മാറ്റാൻ നോക്കിയോ ചോദിച്ചു. അപ്പോൾ ഞാനൊന്നും അങ്ങനെ നോക്കില്ല, ഞാൻ നമ്മുടെ നല്ലതിന് വേണ്ടിയില്ല ചെയ്തിരിക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാ അത് മാറ്റാൻ നോക്കണത്, നീ എന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കണം പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജുവിനോട് ചൂടാവണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ മഞ്ജുവിന് മനസ്സിലായി ഗിരിയേട്ടൻ ആ ഏലസ് മാറ്റിയെന്ന്. എന്തായാലും ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് പറയുമ്പോൾ ഗിരിയാണ് അത് മാറ്റിയത് ഭാനുമ്മ അറിയാറുണ്ട്. ഭാനുമ്മ ചോദിക്കുമ്പോൾ നമ്മുടെ ഗിരി തിരിച്ച് ചോദിക്കും, എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ മകനിക്ക് വേണ്ടി ചെയ്യുമോ, നല്ലതല്ലേ ചെയ്യുള്ളൂ, അമ്മ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാകും. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.